അഴുക്കൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി വാരി എടുക്കണത്. 2-3 പ്രാവശ്യം കഴുകണം, എന്നാലേ ഈ മണ്ണുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ, മണ്ണൊക്കെ പോയി കിട്ടുള്ളൂ. വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടി മൂത്ത് കഴിഞ്ഞപ്പോൾ സവാളയും ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയാണ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മുളക് പൊടി ചേർത്തുകൊണ്ട് ഇനി കാശ്മീർ ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് കളറിന് വേണ്ടിയിട്ട്. നല്ലോണം മൂത്തിട്ടുണ്ട്. നമുക്കിനി കക്കയിറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം പിഴിഞ്ഞ് വെള്ളം പാലാൻ വെച്ചതാണ്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ടെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി ചേർത്ത് കൊടുക്കുക. ഈ വെളിച്ചെണ്ണയിൽ ഇത് മസാലയിലും കിടന്ന് നല്ലോണം മൊരിഞ്ഞ് വരണം. നല്ല ഫ്രൈ ആയിട്ട് വരണം. ഇത് വെള്ളമൊക്കെ വറ്റി നല്ലോണം പൊട്ടി വന്നുണ്ട്. ഇത് നല്ലോണം ഫ്രൈ ആയിട്ട് വരണം. ഇടയ്ക്കിടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിച്ച് വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ കക്കയിറച്ചി നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ.